ഇന്ത്യയുടെ ഭരണഘടനയെ പറ്റിയോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റിയോ രാജ്യത്തെ മറ്റ് പ്രശ്നങ്ങളെ പറ്റിയോ ഒന്നും സംസാരിക്കാനല്ലല്ലോ ഈ പറയുന്ന നിങ്ങളുടെ കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന. അപ്പൊ കെ സുരേന്ദ്രൻ ആരാണ് എന്ന് കേരളത്തിൽ അരി ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും LDFും UDFും തമ്മിലുള്ള മത്സരമാണ്. ആ മത്സരത്തിൽ നിങ്ങൾക്ക് ദൂരെ നിന്ന് മത്സരം കാണാനേ കഴിയുള്ളൂ. BJP ഒരു സ്ഥലത്തും ഈ പറയുന്ന 20 മണ്ഡലങ്ങളിലും LDF UDF മത്സരമാണെന്ന് പറയാൻ പറ്റില്ല ശ്രീ. അല്ലല്ല, ആഘോഷ പാലോട് 20 മണ്ഡലങ്ങളിലും LDF UDF നേരിട്ടുള്ള പോരാട്ടമാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എന്തായാലും നമ്മൾ പഴയ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് തന്നെയാണല്ലോ കാര്യങ്ങൾ അളക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരിക്കലും അങ്ങനെ ഒരു മത്സരം കാണുന്നില്ല. തരൂര് തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ BJP തമ്മിലുള്ള മത്സരമാണ്. മത്സരം സാർ തിരുവനന്തപുരത്ത് ആരാണ് മത്സരം സാർ? തിരുവനന്തപുരത്ത് ഇത്തവണ 3ാം സ്ഥാനത്ത് പോകും. തിരുവനന്തപുരത്ത് ഇത്തവണ BJP ഇത്തവണ 3ാം സ്ഥാനത്ത് പോകും. എഴുതി വെച്ചോ. കാരണം BJPയുടെ അംഗങ്ങൾക്ക് പോലും തൃശ്ശൂർ ആരാണ് മത്സരം സാർ? അറിയില്ല ഈ പത്തനംതിട്ട ആരാണ് തമ്മിൽ മത്സരം സാർ? ആലപ്പുഴ ആരാണ് തമ്മിൽ മത്സരം സാർ? താങ്കൾ തന്നെ മനസ്സിലാക്കിയത് ഈ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോഴാണെന്നേ. ഇദ്ദേഹം നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയാണോ എന്ന് തന്നെ അറിയുന്നത് BJPയുടെ പല നേതാക്കളും രാജീവ് ചന്ദ്രശേഖർ ഇത്തരങ്ങളൊന്നും അല്ല. ഞാൻ ഈ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തേക്ക് ചർച്ച വന്നതുകൊണ്ടാണ് അല്പസമയം മുമ്പാണ് ശശി തരൂർ പറഞ്ഞത് ഞാനും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള മത്സരമാണെന്ന് ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പന്നിൻ രവീന്ദ്രനെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടില്ല. UDFും BJPയും തമ്മിലുള്ള മത്സരമാണെന്നാണ് തരൂർ പറയുന്നത്. പക്ഷെ അൻവർ പറയുന്നത് മറ്റൊരു കാര്യമാണ്. അല്ല, 20 സീറ്റിലും BJP ആയിട്ടാണ് മത്സരം എന്ന് പറഞ്ഞത് LDF കൺവീനറാണ്. BJPക്ക് ചില നല്ല സ്ഥാനാർത്ഥികളുണ്ട്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അടക്കം എന്ന് പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരന്റെ ബിസിനസ് പാർട്ണറും ആപത്തിൽ സഹായവുമായി എത്തി രാജീവ് ചന്ദ്രശേഖരനെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞത് LDF കൺവീനർ ജയരാജനാണല്ലോ. ഞങ്ങളുടെ സ്റ്റാൻഡ് വളരെ കൃത്യമാണ്. ഇപ്പൊ പ്രിന്റ് പറഞ്ഞ എന്താണ്, പത്തനംതിട്ടയിൽ, ആലപ്പുഴയിൽ, പിന്നെ എവിടെയാണ്, തൃശ്ശൂരിലൊക്കെ UDF വേഴ്സസ് BJP ആണ് മത്സരം. ഒന്നുമല്ലെന്നേ, സ്റ്റാറ്റിക്സ് പരിശോധിച്ച് നോക്കിയാൽ പോലും 2ാം സ്ഥാനത്ത് ഇതുവരെ, അതായത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ അവർക്ക് എത്താൻ സാധിച്ചിരിക്കുന്ന ഒരേ ഒരു മണ്ഡലം തിരുവനന്തപുരമാണ്. സ്വാഭാവികമായും തിരുവനന്തപുരത്ത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 2ാം സ്ഥാനത്തെ സ്ഥാനാർത്ഥിയും 1ാം സ്ഥാനത്തെ സ്ഥാനാർത്ഥിയും തമ്മിൽ തന്നെയാണ് മത്സരം. UDF വേഴ്സസ് BJP മത്സരം അവിടെ ഉണ്ട്. ശ്രീ പന്നിൻ രവീന്ദ്രൻ ഒട്ടും മോശം സ്ഥാനാർത്ഥിയാണ് എന്ന് ഞാൻ പറയില്ല. അദ്ദേഹം കഴിഞ്ഞ തവണ ഇത് പെയ്ഡ് സീറ്റായി എന്തോ അലക്സാണ്ടറോ അങ്ങനെ ഒരാൾക്ക് കൊടുത്തിരുന്നു. ഇത്തവണ സഹാവ് പന്നിൻ മോശം സ്ഥാനാർത്ഥിയൊന്നുമല്ല. പക്ഷേ അവിടെ മത്സരം UDF വേഴ്സസ് BJP തന്നെയാണ്. ബാക്കി 19 സീറ്റുകളിലും CPM-ഉമായി തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത്, സംശയം വേണ്ട. അപ്പൊ അദ്ദേഹം പത്തനംതിട്ട പറഞ്ഞു. പത്തനംതിട്ടയിലെ വോട്ടറാണ് ഞാൻ, എന്റെ മണ്ഡലമാണ്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ഒരു സ്ഥാനാർത്ഥിയായി BJP-ക്കാർ പോലും കാണുന്നില്ല. അവർ പോലും ഇത്തവണ അനിൽ ആന്റണിക്ക് വോട്ട് ചെയ്യില്ല. കഴിഞ്ഞ തവണ 2,40,000 വോട്ട് ഉണ്ടായിരുന്ന പ്രസ്ഥാനമാണ് BJP. ഇതാ പ്രവചനമായി എഴുതി വെച്ചോളൂ, പ്രിന്റു മഹാദേവ. ഇലക്ഷൻ കഴിയുമ്പോൾ ഈ ബൈറ്റ് അങ്ങ് എടുത്തു നോക്കണം. 1,00,000-ൽ താഴെയായിരിക്കും ഈ തവണ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ വോട്ട്, BJP-യുടെ വോട്ട്. തൃശ്ശൂരിൽ ഞങ്ങളുടെ മത്സരം ഞങ്ങൾ CPI-യുടെ സ്ഥാനാർത്ഥി സുനിൽ കുമാറുമായാണ്. വസന്ത് കോൺഗ്രസിനെ രാജിവെക്കോ? വസന്ത് ഒറ്റ ചോദ്യം വസന്ത്, ഈ പറഞ്ഞ 1,00,000-ൽ കുറവ് വോട്ട് പിടിക്കുകയാണെങ്കിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്ത് അങ്ങ് രാജിവെക്കോ? എന്റെ ചോദ്യമാണ്. ഇതൊരു ചാനൽ ചർച്ചയിൽ പറയുന്ന ഒരു വെല്ലുവിളിയാണ്. അല്ല, ആ വെല്ലുവിളി ഏറ്റെടുക്കുമ്പോൾ താങ്കൾ എഴുതി വെച്ചോളാൻ പറഞ്ഞു, ബൈറ്റ് അന്നേരം കേൾപ്പിച്ചാൽ മതി എന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ താങ്കൾ ആ വെല്ലുവിളി ഏറ്റെടുക്കുമോ? നിങ്ങൾ ഏറ്റെടുക്കുന്നു. പ്രിന്റു അല്ല, ആ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കണം. ചലഞ്ച് പ്രിന്റും കൂടെ ഏറ്റെടുക്കണം. ആ ചലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. 1,00,000 കോൺഗ്രസിന് 5 രൂപ മെമ്പർഷിപ്പിൽ നിന്ന് ഞാൻ രാജിവെക്കില്ല. ഞാൻ ഏറ്റെടുക്കുന്നു. പ്രിന്റു രാജിവെക്കോ? അതായത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് 1,00,000-ൽ താഴെ വോട്ടുകൾ കിട്ടുകയേ ഉള്ളൂ എന്നാണ് വസന്ത് പറയുന്നത് അല്ലെ? 1,00,000-ൽ താഴെ വോട്ടുകളെ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് കിട്ടുകയുള്ളൂ എന്ന് വസന്ത് പറയുന്നു. അനിൽ ആന്റണി ജയിച്ചില്ലെങ്കിൽ പ്രിന്റു രാജിവെക്കോ? ഞാൻ പറഞ്ഞ കാര്യം വസന്ത് പറഞ്ഞത് അങ്ങനെ ന്യായീകരിക്കില്ല. വസന്ത് അങ്ങനെ വളഞ്ഞു പോവല്ലേ? വസന്ത് എന്താ പറഞ്ഞത്? വസന്ത് 1,00,000-ൽ താഴെ BJP വോട്ട് പിടിക്കുന്ന പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ വളഞ്ഞു പോവല്ലേ? ഞാൻ അക്സെപ്റ്റ് ചെയ്തു പ്രിന്റു, ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ പുറകോട്ട് പോയില്ല. വസന്ത് അത് ഏറ്റെടുത്താൽ വലിയ ബുദ്ധിമുട്ടാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് കാണാം, ഇലക്ഷൻ കഴിഞ്ഞ വസന്ത് നമുക്ക് കാണാം. മഞ്ജുഷി ഞങ്ങൾക്ക് ഒരു അവസരം എടുക്കണം. മഞ്ജുഷി, ശരി തീർച്ചയായിട്ടും. അങ്ങനെ പത്തനംതിട്ടയിൽ ഒരു ബെറ്റ് കൂടി വന്നിരിക്കുകയാണ് അല്ലെ? വസന്തും